എസ്തേർ അധ്യായം 2. എസ്തേറിന് രാജ്ഞീപദം. ഇക്കാര്യങ്ങൾക്ക് ശേഷം കോപം ശമിച്ചപ്പോൾ അഹസ്വേരുസ് രാജാവ് വഷ്തിയെയും അവൾ ചെയ്തതും അവൾക്കെതിരെ കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടതും ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു, കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിനു വേണ്ടി അന്വേഷിക്കേണ്ടതിന് തൻ്റെ രാജ്യത്തിലെ സകല പ്രവിശ്യകളിലും രാജാവ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കട്ടെ. തലസ്ഥാനമായ സൂസായിലേക്ക്, അന്തഃപുരത്തിലേക്ക്, സ്ത്രീകളുടെ സൂക്ഷിപ്പുകാരനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഗായിയുടെ പക്കലേക്ക് അവർ കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും ഒന്നിച്ചുകൂട്ടട്ടെ. അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും നൽകപ്പെടട്ടെ. രാജാവിൻ്റെ ദൃഷ്ടികളിൽ അനിയുക്തിയാകുന്ന കന്യക വഷ്തിക്ക് പകരം രാജ്ഞിയാകട്ടെ. രാജാവിൻ്റെ ദൃഷ്ടികളിൽ ഇക്കാര്യം പ്രീതികരമായി അവൻ അങ്ങനെ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മൊർദെഖായ് എന്നു പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു.